السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى. അള്ളാഹു ജല്ല ജലാലുവിനിക്ക് ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുവാൻ ഞാൻ കരുതി എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ആദം ഹദറത്ത് നവ്വറല്ലാഹു മർഖദഹു വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ 63 കൊല്ലം ഖിദ്മത്ത് ചെയ്ത വലിയൊരു മഹാനാണ്. ആ ബാഖിയാത്തു സ്വാലിഹാത്തിൽ മാത്രമേ മഹാനവറുകൾ ഖിദ്മത്ത് ചെയ്തിട്ടുള്ളൂ. ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിന്റെ ഫൗണ്ടർ, അതിൻ്റെ സ്ഥാപക ഉസ്താദ് ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഹദറത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ധാരാളം സ്ഥലങ്ങളിൽ നിന്നിട്ടും ഇൽമു പഠിച്ചു. ഉപ്പ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് യതീമായിട്ടാണ് മഹാനവറുകൾ വളർന്നത്. അങ്ങനെ ഇൽമു പഠിച്ച് പിന്നീട് 12 കൊല്ലം മഹാനവറുകൾ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ദർസ് നടത്തി. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിന്റെ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള ഒരു വീട്ടിലായിരുന്നു മഹാനവറുകൾ താമസിച്ചിരുന്നത്. അവിടെ വീട്ടിൽ വെച്ച് മഹാനവറുകൾ ദർസ് നടത്തി. 12 കൊല്ലം ദർസ് നടത്തി. അപ്പൊ അതിന് വരുമാനമോ ശമ്പളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി മഹാനവറുകൾ അങ്ങനെ ദർസ് നടത്തി. പൊന്നാനിയിൽ മഹാന്മാരായ മഖ്ദൂമികളും വലിയ വലിയ ഉസ്താദുമാരൊക്കെ ദർസ് നടത്തുമ്പോൾ അവർക്കാർക്കും ശമ്പളം ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ 1940 ശേഷം കൊല്ലപ്പുഴക്കാരൻ ഒരു ഖാലിദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാനവറുകൾ പൊന്നാനിയിൽ ദർസ് നടത്താൻ തുടങ്ങിയത് മുതൽക്കാണ് അവിടെ ശമ്പളം കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ശൈലിയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നത്. കഴിവുള്ള ആളുകൾ ദർസ് നടത്തും, കഴിവുള്ള ആളുകൾ ഭക്ഷണം കൊടുക്കും, കഴിവുള്ള ആളുകൾ പള്ളി ഉണ്ടാക്കും, അതേപോലെ തന്നെ കഴിവുള്ള ആളുകൾ വഖഫ് ചെയ്യും. അത് എല്ലാവരും അംഗീകരിക്കും. ഒരു പള്ളി ഒരു മുത്തവല്ലി ഉണ്ടാവും, അദ്ദേഹം അത് വേണ്ട മാതിരി കൈകാര്യം ചെയ്യും. സ്വന്തം വീട് നോക്കുന്നതിനേക്കാൾ കൂടുതൽ പള്ളി നോക്കും, വീട് നോക്കുന്നതിനേക്കാൾ കൂടുതൽ പള്ളി നോക്കും. അപ്പൊ വീട് നോക്കുന്നതിനേക്കാളും കുട്ടികളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ പള്ളി നോക്കുമ്പോൾ നമ്മളെ വീടും നമ്മുടെ കുട്ടികളൊക്കെ നോക്കാൻ അള്ളാഹു വേറെ സംവിധാനം ചെയ്യും. അങ്ങനെയാണ് ഉലമാക്കളൊക്കെ ദർസ് നടത്തുന്നത്. ഓലെ വീട് നോക്കാനോ സ്വന്തം മക്കളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് അരി വാങ്ങിച്ചു കൊടുക്കാനോ മത്സ്യം വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഉസ്താദുമാർക്ക് കഴിയില്ല. അവരുടെ 90% സമയങ്ങളും അവർ മറ്റൊരു സ്ഥലത്തായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത്. ഒരുപാട് വിഷയങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അതൊക്കെ ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നടത്തി കൊടുക്കലാണ്. നമ്മളോട് എപ്പോഴും ഉമ്മ പറയാറുണ്ട്, നിങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോകാനോ ഒന്നും ബാപ്പാക്ക് കഴിയില്ല. ബാപ്പാക്ക് അതിനൊന്നും നേരം കിട്ടൂല. ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട്
അയൽപക്കത്തുനിന്നോ കുടുംബത്തുനിന്നോ ആരെങ്കിലും വിളിച്ചിട്ടാണ് ഓലാണുങ്ങളൊക്കെ ഡോക്ടറെ അടുത്തേക്കും വൈദ്യരെടുത്തേക്കും കൊണ്ടുപോകാറുള്ളത് എന്ന് പറയാറുണ്ട്. അതൊക്കെ പിന്നീട് അത് ശരിക്കും മനസ്സിലായി. അങ്ങനെ തന്നെയാണ്, അങ്ങനെ കഴിയൂ. ഒരാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമയമോ സ്വന്തം വീട്ടിലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക? അപ്പോ മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ നാടും വീടും വിട്ടിട്ടാണ് ദീനീ പ്രബോധനത്തിന് വേണ്ടി മറ്റ് പല സ്ഥലങ്ങളിലും പോയി നമ്മുടെ നാട്ടിലൊക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് ദീൻ കിട്ടിയത്. അതെല്ലാം സഹാബത്ത് അവിടെ തന്നെ കൂടുമായിരുന്നെങ്കിൽ, മദീനത്ത് തന്നെ സഹാബത്ത് കൂടാണ്, അവർ വേറെടുക്കും പോയില്ല. അവരുടെ കുടുംബവും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ അവർ കൂടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ദീൻ കിട്ടുക? ദീൻ കിട്ടൂലല്ലോ. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മുടെ പഴയങ്ങാടി പള്ളി, ശ്രോതാക്കൾ മറവിട്ട് കിടക്കുന്ന പള്ളി, ആ പള്ളിയിൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ 4ാമത്തെ തലമുറയിൽപ്പെട്ട മഹാനായ ഖാദി അവിടെ കാണാം. അവര് അവിടെ വന്ന് ദീനീ പ്രബോധനം നടത്തി അവിടെ വഫാത്തായത്. പൊന്നാനിക്കാരനാണ് മഹാനവറുകൾ. മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പൊന്നാനിയിൽ അല്ല മഖ്ദൂമിനെ പ്രസവിച്ചത്. പൊന്നാനി വലിയ മഖ്ദൂമിനെ പ്രസവിച്ചത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ കൊച്ചങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകളെ പ്രസവിച്ചത്. അവിടുന്ന് മഹാനവറുകൾ പൊന്നാനിക്ക് വന്നതാണ്. ഇങ്ങനെയാണ് മഹാന്മാരായ ആളുകൾ ഒക്കെ ഒഴിവാക്കിയിട്ട് അവർ ദീനീ പ്രബോധനം നടത്താൻ വേണ്ടി വരികയാണ്. മമ്പറത്ത് തങ്ങൾ പാപ്പാനെ പ്രസവിച്ചത് മമ്പറത്തല്ല. മമ്പറത്ത് തങ്ങൾ പാപ്പ പ്രസവിക്കപ്പെട്ടത് യമനിലെ ഹദറമൗത്തിലെ തെരീം എന്ന് പറയുന്ന സ്ഥലത്താണ് മമ്പറത്ത് തങ്ങൾ പാപ്പ പ്രസവിക്കപ്പെട്ടത്. പിന്നെ മഹാനവറുകൾ അവിടുത്തെ 19ാമത്തെ വയസ്സിലാണ് മമ്പറത്തേക്ക് വരുന്നത്. ഇങ്ങനെ ത്യാഗം മഹാന്മാരൊക്കെ സഹിച്ചിട്ടാണ് നമുക്ക് ഈ ദീന് കിട്ടിയത്. അപ്പോൾ കഴിവുള്ള ആളുകൾ ഓരോ നിലക്ക് അവരുടെ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തും. എന്നോട് എൻ്റെ വാപ്പ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെയുള്ള മിമ്പറുകൾ ഏകദേശം ഒരേ മാതിരിയായിരിക്കും. പഴയ കാലത്തെ മിമ്പറുകളൊക്കെ ഓരോ പള്ളിയിലുള്ള മിമ്പറും ഒരേ ശൈലിയിലായിരിക്കും. ഞാനത് നോക്കിയിട്ടുണ്ട്. എൻ്റെ മഹല്ലത്തിലുള്ള മിമ്പറും ചുങ്കത്തെ മിമ്പറും ഏകദേശം ഒരേ മാതിരിയാണ്. കാരണം ഞാൻ പലയിടത്തും പോയി നോക്കും, മിമ്പറുകളൊക്കെ ഒരേ മാതിരിയാണ്. അത് അസില് എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്നാണ് ആദ്യമായി മിമ്പർ ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുത്ബ ഓതിയിരുന്നത്, ആദ്യം ഓതിയിരുന്നത് മിമ്പർമല്ല, ഒരു ഈന്തപ്പന മരത്തിന്റെ തടിമരം അയിമങ്ങനെ ചാരി നിന്നിട്ടാണ് ഖുത്ബ ഓതിയിരുന്നത്. അയിമങ്ങനെ ചാരി നിന്നിട്ട് പിന്നെ ഒരു ഉമ്മ വന്നിട്ട്, എൻ്റെ പെരയിൽ ഒരു ആശാരി ഉണ്ട്, ഒരു നജ്ജാറുണ്ട്, അദ്ദേഹം മിമ്പർ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ആളാണ് എന്ന് പറഞ്ഞ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് മിമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇതേമാതിരി 3 പടിയുള്ള മിമ്പർ ആദ്യം ഉണ്ടാക്കി. അത് അസിൽ മരത്തിൽ നിന്നായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണും. അസിൽ മരം എന്ന് പറഞ്ഞാൽ വാഘമരം എന്ന് അതിനർത്ഥം വെക്കാറുണ്ട്. വീട്ടി മരം എന്നും അതിനെപ്പറ്റി പറയാറുണ്ട്. 2 രൂപത്തിലുള്ള മരവും ആകാം. അതങ്ങനെ ചെതല് പിടിക്കാത്ത ഒരു സൈസ് മരമാണ്. ഒരുപാട് കാലം നിൽക്കും. അത് നൂറുകണക്കിന്, ഏകദേശം 10-400 കൊല്ലത്തിലധികമായി പൊന്നാനി ജുമാഅത്ത് പള്ളിയിലുള്ള മിമ്പർ 500 കൊല്ലത്തിലധികമായി. അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ മിമ്പറൊക്കെ ഒരേ കോലത്തിലാണ് ഉണ്ടാവുക. അപ്പോ ആപ്പൊരിക്ക പറഞ്ഞു, അന്ന് അവിടുത്തെ കാരണവർ, ഒന്നാം കാരണവർ 2ാം കാരണവർ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാലത്ത് അതിനൊക്കെ കാരണന്മാരുണ്ടാവും. അപ്പൊ ആ 1ാം കാരണവര് മിമ്പർ പെയിന്റ് അടിക്കും. അത് റമദാന്റെ മുമ്പ് മിമ്പർ പെയിന്റ് അടിക്കുമ്പോൾ മൂപ്പരന്നെ വന്നിട്ട് പെയിന്റ് അടിക്കും. അന്ന് പെയിന്റ് ചിരട്ടയിലാണ് പെയിന്റ് ആക്കുക. ചിരട്ടയിൽ പെയിന്റ് ആക്കി ആ പെയിന്റും കയ്യിൽ പിടിച്ചിട്ട് ചകിരി കൊണ്ടൊരു ബ്രഷ് ഉണ്ടാക്കിയിട്ട് ആ ബ്രഷ് കൊണ്ടിട്ട് മൂപ്പരന്നെ ഇങ്ങനെ പെയിന്റ് അടിക്കും. 1ാം കാരണവര് കുഞ്ഞാമാക്ക, കൊട്ടാരത്ത് കുഞ്ഞാമാക്ക എന്നാണ് പാപ്പ പറഞ്ഞത്. അവരിങ്ങനെ വന്നിട്ട് അതൊക്കെ പെയിന്റ് അടിക്കും. അപ്പൊ അവര് നേരത്തെ പള്ളിക്ക് വരും. നേരത്തെ പള്ളിക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. നേരത്തെ പള്ളിയിലേക്ക് വരും, ലാസ്റ്റ് പോവുള്ളൂ. ലാസ്റ്റ് പോകുന്ന പറഞ്ഞാൽ പള്ളിയിൽ വഅദ് പറയാൻ വേണ്ടി വന്ന മൊയ്ലിയരുണ്ടാവും. വെള്ളിയാഴ്ച വഅദിന് വേണ്ടി ഏതെങ്കിലും പാവങ്ങൾ എവിടുന്നെങ്കിലും വന്നിട്ടുണ്ടാവും. അന്ന് ഒരു നേരത്തെ ചോറ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. ഒരു നേരത്തെ ചോറ്.
ആ ചോറ് എന്നല്ല പറയല്, കഞ്ഞി കുടിക്കാൻ പോവാന്നാ പറയാം. ഉച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാന്നാണെന്ന് പറയാം. കാരണം അധിക പെരയിലും വന്ന കഞ്ഞി ഉണ്ടാവുള്ളൂ, ഉച്ചക്ക് കഞ്ഞി ഉണ്ടാവുള്ളൂ. ചോറ് കഴിക്കാൻ പോവാന്നുള്ളത് പിന്നീട് വന്നൊരു പ്രയോഗമാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കഞ്ഞി കുടിക്കാൻ പോവാന്നാ പറയാം. ഉച്ചക്കഞ്ഞി എന്നാണ് അതിന് പറയുന്നത്. ഉച്ചക്കഞ്ഞി, 10 മണിക്കഞ്ഞി, രണ്ട് കഞ്ഞിയാണ് ഉണ്ടാകുന്നത്. അപ്പോ ആ മൊയിലേറെ ഇതിന് കൊണ്ടുപോകും. എല്ലാം വാതും കഴിഞ്ഞിട്ട് അപ്പൊ വാപ്പ പറയും മൂപ്പരിന്ന് ഇങ്ങനെ ഉറങ്ങണുണ്ടാവും. കാരണം നേരത്തെ പള്ളിക്കൊക്കെ വന്നാലേ, നേരത്തെ പള്ളിക്ക് വന്നിട്ട് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങി തൂങ്ങുന്നുണ്ടാവും. എന്നാലും ഒക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഒക്കെ കഴിഞ്ഞിട്ട് ഈ മൊയിലേറെ വയതിന് വന്ന ഏതെങ്കിലും കുട്ടികളുണ്ടാവും, പാവങ്ങളെ ഐറ്റിങ്ങളും കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്തിട്ടേ പറഞ്ഞു പോവുള്ളൂ. അതിനെല്ലാം അവര് സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ നാട്ടില് എല്ലാത്തിന്റെ മുന്നിലും നല്ല കാര്യങ്ങളുടെ മുന്നിലൊക്കെ നിൽക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരുള്ളത് കൊണ്ട് നാടൊക്കെ ഒറ്റക്കെട്ടായി ഒരു പ്രയാസങ്ങളും വിഷമങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, മഹാനായ ബാനിയസരത്ത് ബാക്കിയാത്തു സാലിഹാത്തിന്റെ ഫൗണ്ടർ മഹാനവറുകള് 12 കൊല്ലം സ്വന്തം പൊരേതിനെ ദർശനത്തിയത്. നമ്മളെ നാട്ടിലത്തെ മാതിരി ദർശോ സൗകര്യങ്ങളൊന്നും തമിഴ്നാട്ടിലില്ല. ഇങ്ങനെ അതിന് സൗകര്യങ്ങളൊക്കെ അവിടെ കുറവായിരുന്നു. പക്ഷേ മഹാനവറുകള് അവിടെ 12 കൊല്ലം വീട്ടിൽ നിന്ന് തന്നെ വളരെ പ്രയാസപ്പെട്ട് ഒരു വരുമാന മാർഗമൊന്നും ഇല്ലാതെ ദർശനം എടുത്തിട്ട് പിന്നെ ഒരു 6 കൊല്ലം പള്ളിന്റെ ചെരുവില്, അന്ന് പഴയകാലത്ത് പള്ളിക്ക് ചെരുവുണ്ടാവും, ആ പള്ളിന്റെ ചെരുവില് ഒരു 6 കൊല്ലം പിന്നെയും ദർശനം എടുത്തി. അങ്ങനെ 18 കൊല്ലം ദർശനം എടുത്തതിന്റെ ശേഷമാണ് കോളേജ് ഉണ്ടാക്കിയത്, ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബിക് കോളേജ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ കോളേജിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സംഭാവന ചെയ്യപ്പെട്ട് ഇവിടൊക്കെ വന്നത്. ഓക്കെ ഉസ്താദ്, ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ്, താജുൽ ഉലമ സുബ്ഹാനല്ലാഹ് ഇ കെ ഹസൻ മുസ്ലിയാർ, വാണിയമ്പലം റഹ്മാൻ മുസ്ലിയാർ, അബ്ദുൽ ബാരി റഹ്മുള്ള, അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ആ കോളേജിൽ നിന്നാണ് വന്നത്. കാരണം അത്രക്കും ആത്മാർത്ഥമായി ഉണ്ടാക്കപ്പെട്ട ഒരു സാധനം. നമുക്ക് ഖബറിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് നമ്മൾ കുറെ ഒഴിവാക്കേണ്ടി വരും. നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ വീട്ടിലത്തെ സൗകര്യങ്ങൾ, അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. കുറെ ക്ഷമിക്കേണ്ടി വരും, വളരെ കൂടുതൽ ക്ഷമിക്കേണ്ടി വരും. അതിപ്പോ ഞാനിപ്പോ ഒരു ചെറിയൊരു ഹാദ്യമായിട്ട് ഒരുപാട് വിഷയങ്ങളിൽ ഞാൻ തന്നെ ക്ഷമിക്കുകയാണ്, അല്ലാതെ ദീനി രംഗത്ത് നിൽക്കാൻ കഴിയൂല. എന്തെങ്കിലും ഖബറിലേക്ക് കിട്ടണമെങ്കിൽ നല്ലപോലെ നമ്മൾ അധ്വാനിച്ച് ക്ഷമിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ ബദർ ഉഹദൊക്കെ ഉണ്ടായത്? എന്തിനെ ബദർ ഉഹദൊക്കെ എന്തിനുണ്ടായത്? ബദറിൽ 5000 മലായിക്കത്തിനെ പറഞ്ഞ വെച്ചാൽ ആ മലായിക്കത്തൊക്കെ ഇപ്പോഴുണ്ടല്ലോ. മലായിക്കത്തൊന്നും ഷഹീദായിട്ടില്ല. മലായിക്കത്തിനൊന്നും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മലായിക്കത്തൊന്നും മരിച്ചിട്ടൊന്നുമില്ല. മലായിക്കത്ത് മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ മലായിക്കത്ത് ബദരീങ്ങളിൽപ്പെട്ട മലായിക്കത്ത് ഇപ്പോഴുണ്ട്, ഓന് മരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആ മലായിക്കത്ത് ഒക്കെ ഉണ്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയും? അള്ളാഹ്ക്ക് ഇതൊക്കെ ചെയ്യും. എന്തിനാ മുത്തുനബി മക്കത്തുനിന്ന് മദീനത്തേക്ക് എന്തിനാ പോയത്? എന്തിനാണ് മുത്തുനബി അലൈഹി സ്വലാത്തു വസ്സലാം പട്ടിണി കിടന്നത്? എന്തിനെ? അവിടുത്തെ ശരീരത്തിൽ എന്തിനാ ഒട്ടകത്തിന്റെ കുടൽമാല കൊടുന്നിട്ടത്? എന്തിനെ? ഇതൊക്കെ അള്ളാഹ്ക്ക് സംരക്ഷിക്കാനും കാക്കാനൊക്കെ ഇപ്പൊ കഴിയല്ലോ. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയല്ലോ. 7 മക്കൾ ഉണ്ടായിട്ട് 6 മക്കളും മരിച്ചുപോയി. റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് തന്നെ മരിച്ചുപോയി. പലരെയും കബറടക്കുമ്പോൾ റസൂലുള്ള കരഞ്ഞുപോയി. ഇബ്രാഹിം എന്ന കുട്ടീനൊക്കെ മറവ് ചെയ്യുമ്പോൾ കരഞ്ഞുകൾ വലിയ ദുഃഖം ഉണ്ടായി. 3 ആൺകുട്ടികളെ കൊടുത്ത 3 ആൺകുട്ടികളെ ഒരു 3 വയസ്സിന്റെ അപ്പുറത്ത് അവരൊന്നും ജീവിച്ചില്ല. ആ കുട്ടികളെടുക്കാനും ഒരു ആൺകുട്ടി ഉണ്ടാവുമ്പോൾ അത് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാവും. ആ 3 ആൺകുട്ടികളെയും വന്ന നേരത്തെ കൊണ്ടുപോയി. എന്തിനെങ്ങനൊക്കെ ചെയ്തത്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സുഖങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കൊടുത്തിരുന്ന സ്വർഗത്തിലാണ്. നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ സൗകര്യങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് സ്വർഗത്തിൽ സൗകര്യം കുറയും. ഇവിടെ എത്രമാത്രം സൗകര്യം കൂട്ടുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞതാണ്, വലിയ ത്യാഗങ്ങളും വിഷമങ്ങളും ഒക്കെ മഹാന്മാരായ ആളുകൾ സഹിച്ചിട്ട് പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഈ കാണുന്ന മദ്രസകളിൽ നമുക്കൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വലിയ വാഴുകൾ പറഞ്ഞ്, പാതിരാ വാഴുകൾ പറഞ്ഞ്, എന്നിട്ട് ലേലം ചെയ്ത് സ്ത്രീകളെ വക്കൽ നിന്നൊക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അതിന് ഓരോ സ്ഥലത്തുമുള്ള പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും കഴിവുള്ള ആൾക്കാരാവില്ല. അത് ഒരു കാലത്തും ഇല്ല. അപ്പൊ കഴിവുള്ളവർ അവരുടെ കഴിവനുസരിച്ച് ദീനിന് വേണ്ടി സഹായിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും, കഴിവില്ലാത്ത ആൾക്കാർക്കും ഉപകാരപ്പെടും. ചില ആൾക്കാർക്ക് ശാരീരികമായി കഴിവുണ്ടാവും, വേറെ ചില ആൾക്കാർക്ക് മറ്റു ചില കഴിവുകൾ ഉണ്ടാകും, ആ സാമ്പത്തികമായ കഴിവുകളുണ്ടാവും. അതൊക്കെ അവർ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഈ കാണുന്ന രൂപത്തിൽ നമ്മുടെ നാട് പുഷ്പിച്ചത്, ദീനിയായിട്ട് പുഷ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
മഹാനായ ആ അഅ്ലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്ക ഓതി പഠിച്ചിരുന്ന ആളായിരുന്നു ശൈഖുന ആദം ഹസ്രത്ത്. അങ്ങനെ ശൈഖുന ആദം ഹസ്രത്ത് കൃഷിക്കാരനായിരുന്നു. അവിടെ ബാഖിയാത്തു സാലിഹാത്തിലെ മിക്ക ഉസ്താദുമാർക്കും കൃഷിഭൂമി ഉണ്ടാവും. ഒരു ദർശനത്തിനുണ്ടാവും, അതോടുകൂടെ തന്നെ അവർക്ക് വേറെ വരുമാനങ്ങൾ ഉണ്ടാവും. കൃഷിഭൂമി അങ്ങനെ ആ കൃഷി ചെയ്യുന്നവർ നല്ലപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് തമിഴന്മാർ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ തമിഴന്മാരോട് ചോദിച്ചാൽ ഓർക്കും കൃഷിഭൂമി ഉണ്ടാവും. ഒരു കൃഷിന്റെ അവസരത്തിൽ നാട്ടിൽ പോകും. ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് തമിഴന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന അവസരത്തിൽ നാട്ടിൽ പോകും. അവർക്ക് കൃഷിഭൂമി ഉണ്ടാവും. അതിനിഷ്ടം പോലെ ചെറിയ പൈസക്കൊക്കെ അവിടെ കൃഷിഭൂമി കിട്ടും ചെയ്യും. ആ ബഹുമാനപ്പെട്ട ആദം ഹസ്രത്ത് കൃഷിഭൂമിയിൽ കരിനഖമായിട്ട് കൃഷി ചെയ്യുക. കരിനഖം എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഈ കന്ന് കൂട്ടുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണിത്, കരിയും നഖവും. അപ്പൊ കരിനഖമായിട്ടാണ് കന്ന് കൂട്ടുക. കാളകൂട്ടിലൊക്കെ അത് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ഞാൻ കണ്ടിരിക്കണ ആ സാധനം, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ കരിനഖം പാടത്ത് അതുകൊണ്ടിട്ടാണ് കന്ന് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കരിനഖം. അപ്പൊ കരിനഖവും എടുത്തിട്ട് മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് ഇങ്ങനെ കന്ന് കൂട്ടുക. അങ്ങനെ കന്ന് കൂട്ടുമ്പോ മഹാനായ ആദം ഹസ്രത്തിന്റെ ഉസ്താദ് അങ്ങോട്ട് ചെന്നു. അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, ഇത് കരി പിടിക്കേണ്ട കൈയല്ല, കലം പിടിക്കേണ്ട കൈയാണെന്നാണ്. കരിനഖം എന്നാണ് അതിനെ പറ്റി പറയാം. ആ സാധനത്തിനെ പറ്റി കരിനഖം എന്നാണ് പറയാം. പഴയ ആൾക്കാർക്കൊക്കെ നിശ്ചയുണ്ടാവും, പുതിയ കുട്ടികൾക്ക് ദന്തൈ മൊയ്ലിയര് പറഞ്ഞെന്ന് വിചാരിക്കണ്ടാവും കരിനഖം. അപ്പൊ അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ആലാകരത്ത് ചെന്നിട്ട് പറഞ്ഞാൽ ഇത് കരി പിടിക്കേണ്ട കൈയല്ല, കലം പിടിക്കേണ്ട കൈയാണ്. അഥവാ പേന പിടിച്ചിട്ട് ദീനിന് ഫത്ത് കൊടുക്കേണ്ട ആളാണ്. മൂപ്പര് വലിയ കിതാബ് കോതി പഠിച്ചിട്ട് പിന്നെ കൃഷിക്ക് പോയതാണ്. അങ്ങനെയാണ് മഹാനവറുകളെ ബാഖിയാത്തു സാലിഹാത്ത് അറബി കോളേജിലേക്ക് കൊണ്ടുവന്നത്. 4 മദ്ഹബിലും ഫത്ത് കൊടുക്കാനുള്ള കഴിവുള്ളവരായി, അത്രക്ക് വലിയ പണ്ഡിതനായി. 63 കൊല്ലവും അവിടെ തന്നെ ദർസ് നടത്തി, വേറെ ഒടുക്കും പോയില്ല. അവിടെ തന്നെ ഒടുക്കും പോകാതെ അവിടെ തന്നെ ദർസ് നടത്തി. 90-ാമത്തെ വയസ്സിലാണ് ഹജ്ജിന് പോയത്. 90 വയസ്സിൽ ഹജ്ജിന് പോയി. ആ ഹജ്ജിന് പോയത് അനന്തരാവകാശമായി കിട്ടിയ പറമ്പ് വിറ്റിട്ടാ പോയത്. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, ഇത്ര കാലമായിട്ട് എന്താ ഹജ്ജിന് പോകാത്ത ചോദിച്ചപ്പോ, എനിക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഹജ്ജ് നിർബന്ധം ഉണ്ടെങ്കിലല്ലേ പോവുക. ഹജ്ജ് നിർബന്ധം ഉണ്ടാവുന്ന കഴിവ് വേണ്ടേ, പൈസ വേണ്ടേ. എനിക്ക് പൈസ ഇല്ല, എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇപ്പൊ എനിക്ക് കഴിവ് വന്നു, എനിക്ക് അനന്തര സ്വത്ത് കിട്ടി. അപ്പൊ ആ സ്വത്ത് വിറ്റിട്ടാണ് മഹാനവറുകൾ ഹജ്ജിന് പോയത്. മഹാനവറുകൾ ഇവിടെ 2-3 വട്ടം വന്നിട്ടുണ്ട്, കേരളത്തിൽ 2-3 വട്ടം വന്നിട്ടുണ്ട്. അതൊക്കെ ഉസ്താദുമാര് പറഞ്ഞെന്നാണ്. നമ്മളൊന്നും മഹാനവറുകൾ കണ്ടിട്ടില്ല. 1961 മഹാനവറുകൾ വഫാത്തായി. 1961 വഫാത്തായി. ഞാൻ 68 ജനിക്കുന്നത്. അപ്പൊ ഞാൻ ജനിക്കുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ് വഫാത്തായ മഹാനാണ്. അപ്പോ മഹാനായ ആദം ഹസ്രത്ത് ഒരിക്കൽ കേരളത്തിൽ വന്നിട്ട് തിരിച്ച് ബാക്കിയാത്തിലേക്ക് പോയപ്പോ, അന്ന് എൻ്റെ ഉപ്പ അവിടെ ഓതുകയാണ്, ബാക്കിയാത്തിൽ ഓതുകയാണ്. അപ്പൊ പറഞ്ഞു, കേരളത്തിലൊക്കെ ഒരുപാട് ആലിമ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഓല് തമ്മിൽ ഐക്യമില്ല, അനൈക്യാണ്. കേരളത്തിൽ അനൈക്യം ഒരു പ്രശ്നമാണ്, ഐക്യക്കുറവ് നല്ലുണ്ട്. അതിന്റെ കാരണം സെഫ് ശരിയാവണില്ല. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. സെഫ് ശരിയാവണില്ല, സെഫില് ഏറ്റച്ചെരുക്കൽ വരുന്നുണ്ട്. സെഫ് ശരിയായി നിൽക്കാത്തത് കൊണ്ടാണ് അതിന്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ശൈഖുന ആദം ഹസ്രത്ത് ഇവിടൊക്കെ വന്ന്, തിരൂരങ്ങാടിയിൽ വന്നു, പൊന്നാനിയിൽ പോയി, പലയിടത്തും പോയി മഹാനവറുകൾ. അവിടെ ഒക്കെ നോക്കുമ്പോൾ അന്നത്തെ പള്ളിന്റെ അവസ്ഥ അങ്ങനെയാണ്. അന്നത്തെ പള്ളി സെഫ് ശരിയാവില്ല. കാരണം അകത്തെ പള്ളി, നടുവിലെ പള്ളി, പുറത്തെ പള്ളി, ചെരു, ഇങ്ങനൊക്കെയാണ് ആ പഴയ പള്ളികളുള്ളത്. ആ പഴയ പള്ളികളാവുമ്പോൾ സെഫ് ശരിയായി കിട്ടൂല. അത് വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ സെഫ് ശരിയാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ആദ്യകാലത്ത് നിസ്കരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖാമത്ത് കൊടുത്തതിന് ശേഷം സെഫുകളിലൂടെ അങ്ങനെ നടക്കും. 1-ാം സെഫ്, 2-ാം സെഫ്, 3-ാം സെഫ് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നിൽക്ക്, ശരിയായി നിൽക്ക്, ശരിയായി നിൽക്ക്. അങ്ങനെ നിർത്തിയിട്ട് എല്ലാം ശരിയാക്കിയിട്ട് തോളോട് തോൾ ഒപ്പിച്ച് അത് നല്ലപോലെ നിർത്തിയതിന് ശേഷമേ നിസ്കരിക്കാൻ വേണ്ടി പോകും. ആദ്യം അങ്ങനെ ചെയ്തിരുന്നത്. ഒക്കെ സഹാബത്തിനൊക്കെ നിർത്തി റെഡിയാക്കിയതിന് ശേഷമേ പോകൂ. അങ്ങനെ സഹാബത്ത് ഈ സെഫ് ശരിയാക്കൽ പ്രധാനപ്പെട്ട വിഷയമാണെന്നും നിൽക്കേണ്ട രൂപം എങ്ങനെയാണെന്നും സഹാബത്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ അത് ഒഴിവാക്കിയത്. അത് സഹാബത്ത് മനസ്സിലാക്കി, ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, അത് സ്വയം ചെയ്തോളും എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അത് ഒഴിവാക്കിയത്. എന്നിരുന്നാലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇസ്തവു വഅ്തദിലു വതറാസു
എന്നൊക്കെ പറഞ്ഞിരുന്നു. സെഫ് ശരിയാക്കി നിൽക്കണേ, സെഫ് ശരിയാക്കി നിൽക്കണേ. അപ്പൊ അത് മയ്യത്ത് നിസ്കാരത്തിനും എല്ലാ നിസ്കാരത്തിനും ഈ സെഫ് ശരിയാക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ ശരിയാക്കാനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും നമുക്കൊരു കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. സെഫ് ശരിയാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വടവുണ്ടാകരുത്. സെഫ് നിൽക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് നിൽക്കണം, വടവുണ്ടാകരുത്. വടവുണ്ടായാൽ സദ്ദുൽ ഖലല, ആ വടവ് നിങ്ങൾ നികത്തണം. ഇതൊക്കെ സുന്നത്തുള്ള കാര്യമാണ്. സെഫ് ശരിയാക്കല് നിസ്കരിക്കാൻ വന്ന ഓരോരുത്തർക്കും സുന്നത്താണ്, ഇമാമിന് മാത്രല്ല ഓരോരുത്തർക്കും സുന്നത്താണ്. അടുത്ത് നിൽക്കുന്ന ആള് അടുത്ത് നിൽക്കുന്നു പറഞ്ഞിട്ട് ഓരോരുത്തരെയും നിർത്തൽ സുന്നത്താണ്. അപ്പോൾ ഒന്നാമത്തെ സെഫിൽ നിന്ന് രണ്ടാമത്തെ സെഫിലേക്ക് ഒരാൾ വരുമ്പോൾ ഒന്നാമത്തെ സെഫിൽ ഒഴിവുണ്ടോ എന്ന് നോക്കണം. ഒഴിവുണ്ടെങ്കിൽ നികത്തണം, അത് അവന്റെ കടമയാണ്. എത്രത്തോളം ഫുഖഹാവ് പറഞ്ഞു, ഒന്നാമത്തെ സെഫിൽ നിൽക്കാൻ സ്ഥലമുണ്ടായിട്ട് ഒന്നാമത്തെ സെഫ് പൂർത്തിയാവാതെ രണ്ടാമത്തെ സെഫ് തുടങ്ങിയാൽ ഓനക്ക് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നവരെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സെഫ് പൂർത്തിയാകാതെ രണ്ടാമത്തെ സെഫ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓനക്ക് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും എന്ന് വരെ മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത്രക്കും കടുപ്പമുള്ള ഒരു കാര്യമാണ് ഈ സെഫിന്റെ കാര്യം എന്നുള്ളത് പറയാനാണ് ഞാൻ ആദമുദരത്തിനൊക്കെ പറ്റി പറഞ്ഞത്. അപ്പൊ ഭിന്നിപ്പും യോജിപ്പൊക്കെ ഇല്ലാതെയാവാൻ ഏറ്റവും വലിയ കാരണമാണ് ഇത്, ഈ സെഫ് ശരിയാവാതിരിക്കുക എന്നുള്ളത്. അപ്പോ ഒന്നാമത്തെ സെഫ് പൂർത്തിയാക്കണോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ സെഫേര് നോക്കണം. രണ്ടാമത്തെ സെഫ് പൂർത്തിയാക്കണോ മൂന്നാമത്തെ സെഫേര് നോക്കണം. അങ്ങനെ പൂർത്തിയാക്കിയിട്ട് വടവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ ഒരാളുകളുടെ വന്നപ്പോൾ ഒന്നാമത്തെ സെഫ് ഇങ്ങനെ വടവുണ്ടെങ്കിൽ അടുപ്പിച്ച് നിർത്തണവൻ, അങ്ങനെ ഒരാളെ നിർത്തി ഇങ്ങനെ നിർത്തിയിട്ട് ഒരാളെ നിൽക്കണം. അത് സുന്നത്തായ കാര്യമാണ്, സുന്നത്തായ കാര്യം. അങ്ങനെ അതവിടെ വടവുണ്ടായിക്കോട്ടെ, നമ്മളിപ്പോ ഓരോട് എന്താ പറയാ, ഓലെങ്ങനെ ആക്കുക, അടുപ്പിക്കുക എന്നല്ല ചിന്തിക്കേണ്ടത്. അത് ഉണ്ടാകാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്. പിന്നെ എന്തിനാ നമ്മൾ ചെയ്യണേന്ന് എന്താ നമുക്കെന്താ തയ്യാറാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ സെബ്ക്കടക്കുമ്പോ ചിലപ്പം കുട്ടികൾ തുമ്മും, അല്ലെങ്കിൽ ഞാൻ തുമ്മും. അപ്പൊ തുമ്മിയാൽ പോലെ ചിലർ അൽഹംദുലില്ലാ പറയില്ല. അപ്പൊ ഉസ്താദ് അൽഹംദുലില്ലാ പറഞ്ഞാല് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ കുട്ടികൾ ഇറമുക്കെന്ന് പറയില്ല. അപ്പൊ ഞാൻ ചാന്താ പറയാത്ത ഉസ്താദിന് റഹ്മത്തൊന്നും വേണ്ടേ? നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇറമുക്കെന്ന് പറയണ്ടേ? കുട്ടികൾ ആരാ കേട്ടിച്ചാ പറയണ്ടേ? ഉമ്മ തുമ്മിയിട്ട് ഉമ്മ അൽഹംദുലില്ലാ പറഞ്ഞാൽ നമ്മൾ ഇറമുക്കെന്ന് പറയില്ല. ഭാര്യ തുമ്മിയിട്ട് ഭാര്യ അൽഹംദുലില്ലാ പറഞ്ഞാല് ഭർത്താവ് റഹ്മക്കെന്ന് പറയില്ല. അപ്പൊ ഭർത്താവിനും ഭാര്യക്കും റഹ്മത്തൊന്നും വേണ്ടേ? ഓർക്കൊന്നും ആവശ്യമില്ല. വീട്ടിൽ സലാം ചൊല്ലിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉമ്മാക്ക് കൈ കൊടുക്കൂല. അപ്പൊ ആ മുസാഫയത്ത് ഇന്ത്യൻ അമ്മാക്ക് ആ സുന്നത്ത് കിട്ടണ്ടേ? പെങ്ങളെ വരെ ചെന്നിട്ട് പെങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പെങ്ങൾക്ക് കൈ കൊടുക്കൂല. അപ്പൊ ഓൾക്ക് ആ മുസാഫയത്തിന്റെ കൂലി കിട്ടണ്ടേ? ഓൽക്കൊന്നും കൂലി കിട്ടണ്ടെന്നാ? അല്ല, അങ്ങനല്ലല്ലോ പറഞ്ഞിരിക്കണത്. അത് എല്ലാവർക്കും കൊടുക്കണം. ജ്യേഷ്ഠന്റെ പേരെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും, കാക്കാക്ക് ഒരു കൈ കൊടുക്കാം. അപ്പൊ കാക്കാക്ക് മുസാഫയത്തിന്റെ കൂലി കിട്ടൂലേ? ജ്യേഷ്ഠർക്ക് പാടില്ല, അനുജനക്ക് പാടില്ല. ഇതൊക്കെ എവിടുന്ന നമ്മുടെ അടുത്ത് വന്നത് അമ്മാവാൻ. അറബികൾ അങ്ങനല്ലല്ലോ, എല്ലാവർക്കും കൈ കൊടുക്കും. ജ്യേഷ്ഠനും അനുജനും മക്കൾക്കൊക്കെ കൈ കൊടുക്കും. മക്കൾക്ക് കൈ കൊടുക്കാം. മക്കളുടെ അടുത്ത് നിന്ന് മക്കളൊക്കെ കാണുന്ന അവസരത്തിൽ സലാം ചെല്ലുമ്പോൾ അവർക്ക് കൈ കൊടുക്കാം. ഉസ്താദ് ശിഷ്യന്മാര് തമ്മിൽ കൈ, മുസാഫഹത്തൊരു സുന്നത്തുള്ള കാര്യമല്ലേ? അപ്പൊ സുന്നത്തുള്ള കാര്യം എവിടെയാവാലോ. ഭാര്യക്ക് കൈ കൊടുക്കുക, അതേപോലെ തന്നെ ഭർത്താവ്, ഇതൊക്കെ സുന്നത്തുള്ളൊരു കാര്യമാണ്. അപ്പൊ അൽഹംദുലില്ലാ എന്ന് നമ്മൾ ചൊല്ലിയാല് മക്കൾ കേട്ട മക്കൾ ഇറഹമുക്കല്ല പറയണം. അല്ലെങ്കിൽ ഇജെന്താ പറയാത്തത് ചോദിക്കണം. ഇജെന്താ ഇറഹമുക്കല്ല പറയാത്തത്? അത് 2 ദിവസം ശീലായാലും ശീലാവും. അത് ആദ്യമൊക്കെ ഒരു മടി ഉണ്ടാവും, പിന്നീട് ശീലാവും. ഇജെന്താ ഇറഹമുക്കല്ല പറയാത്തത് എന്ന് ചോദിക്കണം. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ ഒരു കാര്യമല്ലേ. അതിനെന്തിനാ നമ്മൾ മടിക്കേണ്ട ഒരു ആവശ്യം എന്താ ഉള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയത് മക്കളായിരുന്നാലും ഭാര്യയായിരുന്നാലും ജ്യേഷ്ഠാഞ്ചന്മാരായിരുന്നാലും എവിടെയായിരുന്നാലും ഇതൊക്കെ സ്നേഹം ഉണ്ടാക്കുന്നതാണ്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ചെന്നിട്ട് ആദ്യമായി പറഞ്ഞ ഹദീസ് അഫ്ശുസ്സലാമാണ്. നിങ്ങൾ അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ്, കാണുന്നവർ, നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കൊക്കെ സലാം ചൊല്ലി. നിങ്ങൾ സലാം ചൊല്ലി. കാരണം അവിടെ ഭയങ്കര ഭിന്നിപ്പായിരുന്നു. ഒരുപാട് ഔസ് ഖസറജ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തല്ലും പിടിയായിരുന്നു മദീനത്ത് ചെന്നപ്പോൾ. അത് ജൂതന്മാരും മദീനയെ ഭിന്നിപ്പിച്ച് അവിടെ മുതലുണ്ടാക്കിയിരുന്നു. ജൂതന്മാർ അവിടെ കുടിയേറി പാർത്തവരാണ്, മദീനത്ത് കുടിയേറി പാർത്തവരാണ് ജൂതന്മാർ. അപ്പൊ ജൂതന്മാർ മുസ്ലിമീങ്ങളായ അവിടെയുള്ള മദീന നിവാസികളെ ഭിന്നിപ്പിച്ചുകൊണ്ട് പോലും മുതലുണ്ടാക്കിയിരുന്നു. അതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ആ ഭിന്നിപ്പിച്ചുകൊണ്ട് മുതലുണ്ടാക്കിയാണ് ഇപ്പോഴും നടക്കുന്നത്. ഏതായിരുന്നാലും അവിടെ ഒന്നിപ്പിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ചെയ്തതാണ് ആദ്യം പറഞ്ഞത്. മദീനത്ത് എന്നിട്ട് ആദ്യം പറഞ്ഞ ഹദീസ്, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം കേട്ടോ, എല്ലാവർക്കും സലാം ചെല്ലണം. അലാമൻ അറഫ്തവമല്ലം താരിഫ്. ബാപ്പ മക്കൾക്ക് സലാം ചെല്ലുന്നു, മക്കൾ ബാപ്പാക്ക് സലാം ചെല്ലുന്നു, ഭാര്യ ഭർത്താവിന് സലാം ചെല്ലുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് സലാം ചെല്ലുന്നു. ഇങ്ങനെ എല്ലാവർക്കും സലാം ചെല്ലുന്നത് സ്നേഹമുണ്ടാക്കാൻ വലിയ നിമിത്തമാണ്. മാനസികമായി സ്നേഹമുണ്ടാക്കാൻ വലിയ നിമിത്തമാണ്. ആ സ്നേഹത്തിന് ഏറ്റവും വലിയ കാരണമാണ് ഇതെന്നാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ സലാം വ്യാപിപ്പിക്കണം എന്നാ പറഞ്ഞത്. ഇഫ്ഷാഹ് ചെയ്യണം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. അങ്ങനെ ഒരു ജീവിത ശൈലി തന്നെ ആക്കണം. അങ്ങനെ ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. വാപ്പാണ്ട് വരുമ്പോൾ കുട്ടികളൊക്കെ കണ്ടാൽ കുട്ടികൾക്കൊക്കെ കൈ കൊടുക്കും. കുട്ടികൾ വാപ്പാൻ്റെ അടുത്ത് വരുമ്പോൾ വാപ്പാക്ക് കൈ കൊടുക്കും. ചില വാപ്പാരുടെ കൈ പിടിച്ച് മുത്തും കുട്ടികൾ, വാപ്പാന്റെ കൈ പിടിച്ച് മുത്തും, ആ ഉപ്പാന്റെ കൈ പിടിച്ച് മുത്തും. അപ്പൊ അങ്ങനൊക്കെ ആവുമ്പോൾ അത് വേറെ കുട്ടികളൊക്കെ കാണുമ്പോൾ ആ വീട്ടില് ഒരു അറിയാത്ത രൂപത്തിലുള്ള ഒരു മാനസികമായ സ്നേഹം അങ്ങനെ ഉണ്ടാവും. അത് ആരുണ്ടാക്കി കൊടുക്കണതാ? ഈ മാനസികമായ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കണതാണ്. നമ്മൾ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് ഈ സ്നേഹം എന്നുള്ളത്. അതൊന്നും വേറെ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ അക്കാര്യം പറയാനാണ് നിങ്ങളോട് പറഞ്ഞത്. സഫിന്റെ കാര്യങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് വിടവുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിടവുണ്ടായാൽ അതിലൂടെ ശൈത്താൻ വരും. അങ്ങനെ പറഞ്ഞത്. ആ വിടവിലൂടെ ശൈത്താൻ കടന്നു വരും. വിടവിലൂടെ ശൈത്താനൊക്കെ ഇപ്പൊ ഏതിലൂടെയും കടക്കാൻ പറ്റും. അപ്പറഞ്ഞതിന്റെ അർത്ഥം ശൈത്താൻ കടന്നു വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കും, ശൈത്താന് ഭിന്നിപ്പുണ്ടാക്കും. ഭിന്നിപ്പുണ്ടാക്കാൻ വലിയ കാരണമാണ് ഈ വിടവെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചില സന്ദർഭോചിതമായി പറഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഉദഹിയത്തിനെ സംബന്ധിച്ചാണ്. ഉദഹിയത്ത് 1.5 മണിക്കൂർ മുമ്പൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. ഉദഹിയത്തിന്റെ മസലകളും മറ്റു കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. ആ സമയത്ത് ആ തോലിനെ പറ്റിയൊക്കെ ഒരിക്കൽ കുഞ്ഞാലങ്കാക്ക ചോദിച്ചതൊക്കെ ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ തോല് നമ്മൾ എന്താ കാട്ടേണ്ടത്? തോല് വിൽക്കുമ്പോൾ അത് അമുസ്ലിമീങ്ങളായ ആൾക്കാർക്ക് തോല് വിൽക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അമുസ്ലിമീങ്ങളായ ആൾക്കാർക്ക് തോല് വിൽക്കാൻ പാടില്ല. ഉലഹിയത്തിന്റെ തോല് അമുസ്ലിമീങ്ങൾക്ക് വിൽക്കാൻ പാടില്ല. അപ്പൊ അതെങ്ങനെ ഉസ്താദെ നടക്കുക എന്നൊക്കെ അന്ന് എന്ത് ചെയ്തു, കുഞ്ഞാലങ്കാക്കൊക്കെ എന്ത് ചെയ്തു ചോദിച്ചിരുന്നു. അപ്പൊ അത്തരം മസാലകളൊക്കെ നമ്മൾ നന്നായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കുറെ കാലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സും മറ്റും നിങ്ങൾക്കാർക്കും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരം കിട്ടണില്ല. ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയും നേരം ഉണ്ടാവും, ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പൊ നേരമില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഉദഹിയത്ത് എന്നുള്ളത് വളരെ പ്രബലമായ സുന്നത്താണ്. അത് ഒഴിവാക്കൽ കറാഹത്താണ്. ചില സുന്നത്തുകൾ ഒഴിവാക്കുമ്പോൾ കറാഹത്ത് ഉണ്ടാവില്ല, ചില സുന്നത്തുകൾ ഒഴിവാക്കുമ്പോൾ കറാഹത്ത് വരും. തന്നെയല്ല, ആ ഉദഹിയത്ത് നിർവഹിച്ചാൽ ആ വർഷം മുഴുവനും ബർക്കത്തുണ്ടാവും. ജീവിതത്തിൽ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവും. കുടുംബം ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാകുമ്പോൾ, ജ്യേഷ്ഠന്മാരും ഉമ്മയും ബാപ്പയും എല്ലാവരും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാകുമ്പോൾ, ഒരാൾ ആ കുടുംബത്തിൽ നിന്ന് ആ വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരാൾ അറുത്താൽ തന്നെ മറ്റുള്ള ആളുകളെ തൊട്ടിട്ട് കറാഹത്ത് ഒഴിവായി പോകും. ഒരാൾ അറുത്താൽ മറ്റുള്ള ആളുകൾക്ക് അറക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർ അറക്കാതിരുന്നാലും കറാഹത്ത് ഒഴിവായി പോകും. സുന്നത്തിട്ടെങ്കിൽ കഴിവുള്ള ആൾക്കാരൊക്കെ അറക്കണം, കറാഹത്ത് ഒഴിവായി പോകും. അപ്പോ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതിനുള്ള ആ സുന്നത്ത് അവനക്ക് സുന്നത്താകുന്നത് അവന്റെ ആശ്രിതർ, ഓന്റെ ആശ്രിതർ, ഓന്റെ ഭാര്യ, മക്കള്, ബന്ധപ്പെട്ടവൻ, ചെലവുകൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. പെരുന്നാൾ ദിവസം അയ്യാമുത്ത് ശരീക്കിന്റെ 3 ദിവസവും, പെരുന്നാൾ ദിവസവും അയ്യാമുത്ത് ശരീക്കിന്റെ 3 ദിവസവും ഈ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വല്ലതും അവന്റെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ ഓൻ ഉദഹിയത്ത് അറക്കണം എന്നാണ്. ഉദഹിയത്ത് അറക്കൽ ഓനക്ക് ഏതാണ് പ്രബലമായ സുന്നത്താണ്. അത് ഒരു മൃഗത്തെ ഒറ്റയ്ക്ക് അറക്കാൻ കഴിവുള്ള ആൾക്കാർ അങ്ങനെ അറക്കണം, ഇല്ലെങ്കിൽ കൂട്ടായിട്ട് എന്ത് ചെയ്യണം, അറക്കണം. ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വ്യക്തമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ഉദഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചെവി മുറിക്കപ്പെട്ട, പൂർണ്ണമായോ അല്ലെങ്കിൽ അല്പമോ ചെവി മുറിക്കപ്പെട്ട മൃഗം, ചെവി മുറിക്കപ്പെട്ടതാണെങ്കിൽ ആ മൃഗത്തെ ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല. നേരെ മറിച്ച് ചെവിയിലൊരു കീറൽ വന്ന് അല്ലെങ്കിൽ അതിലൊരു ഓട്ട വന്നു, ചെവിക്കൊരു ഓട്ട വന്നാൽ ആ മൃഗത്തെ ഉദഹിയത്ത് ഇറക്കുന്നതുകൊണ്ട് വിരോധമില്ല. ചെവി പറ്റ മുറിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ ചെവിയിൽ നിന്ന് അല്പം മുറിക്കപ്പെട്ടു, അത് പറ്റൂല. നേരെ മറിച്ച് ചെവിക്ക് ചൊറി വന്നു,
അല്ലെങ്കിൽ ചെവി തളർന്നു പോയി, അങ്ങനത്തെ മൃഗവും അറക്കാൻ പറ്റൂല. അതേപോലെ കാഴ്ചയില്ലാത്ത മൃഗം, നേരെ മറിച്ച് ഈ വെള്ളം കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന മൃഗമാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി കണ്ണ് കാണാത്ത മൃഗങ്ങൾ ഉണ്ടാവും. കണ്ണിന്ന് ഇങ്ങനെ എപ്പോഴും വെള്ളം ഒലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ കാണാത്ത മൃഗമാണെങ്കിൽ അത് കുഴപ്പമില്ല. തീരെ കാഴ്ചയില്ലാത്ത മൃഗത്തിനെ ഉദഹിയത്ത് അറക്കാൻ പറ്റൂല. പല്ല് മുഴുവനും പോയ മൃഗത്തെ ഉദഹിയത്ത് അറക്കാൻ പറ്റൂല. പല്ല് മുഴുവനും പോയ മൃഗത്തെ പറ്റൂല. അതേപോലെ തന്നെ നാവിന്റെ വല്ല ഭാഗങ്ങളും മുറിക്കപ്പെട്ട മൃഗമാണെങ്കിൽ അതിനെയും ഉദഹിയത്ത് അറക്കാൻ പറ്റൂല. മണി ഉടച്ചതിനെ ഉദഹിയത്ത് അറക്കുന്നതുകൊണ്ട് തകരാറില്ല. വൃഷ്ണം മണി ഉടച്ചത്, അപ്പോൾ അങ്ങനെ മണി ഉടച്ചതായ മൃഗം, ആ മൃഗത്തെ ഉദഹിയത്ത് അറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗർഭിണിയായ മൃഗത്തെ ഉദഹിയത്ത് അറക്കാൻ പറ്റൂല. കൊമ്പിന്റെ വിഷയത്തിൽ മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, കൊമ്പുമായി ബന്ധപ്പെട്ട ഒരു തകരാറും ഇല്ല. ഏറ്റവും നല്ലത് നല്ല കൊമ്പുള്ള മൃഗമാണ് ഏറ്റവും നല്ലത്. നല്ല കൊമ്പുള്ള മൃഗമാണ് ഏറ്റവും നല്ലത്. ആണും പെണ്ണും കൂടി നോക്കുമ്പോൾ ആണിനെ അറുക്കലാണ് നല്ലത്. പെണ്ണിനെ അറുത്തിച്ചിട്ട്, പശുവിനെ അറുത്തിച്ചിട്ട്, എരുമനെ അറുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് ഏതിനെ അറക്കലാണ്? ആണിനെ അറക്കലാണ് ഏറ്റവും നല്ലത്. കൊമ്പ് പറ്റപ്പോയി അല്ലെങ്കിൽ കൊമ്പ് മുറിഞ്ഞു, ഇങ്ങനത്തെ തകരാറുകളൊന്നും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉദഹിയത്ത് അറക്കാൻ വേണ്ടി ഒരു മൃഗത്തെ കൊടുന്നു, ആ മൃഗം പൂർണ്ണമായി അതിന് ഫിറ്റായ ന്യൂനതകളൊന്നും ഇല്ലാത്ത മൃഗമാണ്. പിന്നെ നമ്മുടെ അശ്രദ്ധ കൊണ്ടൊന്നും അല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുന്നത്, അശ്രദ്ധ ഒന്നും ഇല്ലാതെ അതിന് വല്ല ന്യൂനതയും വന്നു. നമ്മൾ അത് ഉദാഹരണമായിട്ട് ഇപ്പോൾ അതിന്റെ ചെവി മുറിയേ അല്ലെങ്കിൽ അതിന്റെ വാല് മുറിയേ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടല്ലാതെ വന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉദഹിയത്ത് അറക്കാൻ വേണ്ടി കിടത്തുമ്പോൾ അതിനങ്ങനെ വലിച്ചിട്ട് അതിന്റെ വാല് പോയി, അല്ലെങ്കിൽ വലിച്ചിട്ട് അതിന് വേറെ എന്തെങ്കിലും തകരാറ് വന്നാൽ, അത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് വന്നാൽ അതിന് ഉദഹിയത്ത് അറക്കാൻ പറ്റില്ല. അതിന്റെ പ്രവർത്തനം കൊണ്ട് വന്നാൽ ഉദഹിയത്ത് അറക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ ഉദഹിയത്ത് അറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെനക്കെടുന്ന അവസരത്തിൽ അത് പാഞ്ഞിട്ട് നമുക്കൊരു നിവൃത്തിയില്ല, അതിന്റെ കാലൊടിഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ അതിന് ഉദഹിയത്ത് അറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ നിവൃത്തിയില്ലല്ലോ. നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഉദഹിയത്ത് അറക്കാൻ നേരത്തെ പാഞ്ഞിട്ട് അവിടെ പോയിട്ട് കാല് മുറിഞ്ഞു പോയി. അങ്ങനെ കാല് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് അല്ലാതെ, നമ്മൾ നല്ല ശ്രദ്ധിച്ചിരിക്കുന്ന ശ്രദ്ധ കുറവുകൊണ്ട് അല്ലാതെ വല്ല ന്യൂനതയും വന്നാൽ അത് കുഴപ്പമില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അകിട്, വാല്, ഈ വാല് അല്പം മുറിച്ചിട്ടൊരു കുഴപ്പമൊന്നുമില്ല. വാല് പറ്റ മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ന്യൂനതയായി പരിഗണിക്കപ്പെടും. വാല് പറ്റ മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ. നേരെ മറിച്ച് തീരെ തന്നെ വാലില്ലാതെയാണ് ആ മൃഗത്തിന് അള്ള സൃഷ്ടിച്ചിരിക്കുന്നത്, വാലില്ലാത്തൊരു മൃഗം എങ്കിൽ അതിനെ ഉദഹിയത്ത് അറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ള വാല് മുറിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതിനെ വാലില്ലാതെ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കണമെങ്കിലോ അത്തരം മൃഗങ്ങളെ ഉദഹിയത്ത് അറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ മുടന്തുള്ള മൃഗം, ശരീരം മുഴുവൻ ചൊറിയുള്ള മൃഗം, ഇതൊന്നും ഉദഹിയത്തിന് പറ്റുന്നതല്ല. നിറത്തിന്റെ വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഉദഹിയത്ത് അറക്കാൻ ഏറ്റവും നല്ല മൃഗം വെള്ള നിറമുള്ള മൃഗമാണ്. വെള്ള നിറമുള്ള, അപൂർവമായിട്ട് അത് കിട്ടുള്ളൂ. വെള്ള നിറമുള്ള മൃഗമാണ് ഉദഹിയത്ത് അറക്കാൻ ഏറ്റവും നല്ലത്. രണ്ടാമത് മഞ്ഞ നിറമുള്ള മൃഗമാണ് നല്ലത്. വെള്ള കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞ നിറമുള്ള മൃഗമാണ് നല്ലത്. മൂന്നാമത്തത് ചാര നിറമുള്ള, വെണ്ണീറിന്റെ നിറമുള്ള ചാര നിറമുള്ള മൃഗമാണ് പിന്നെ നല്ലത്. പിന്നെ നല്ലത് ചുവപ്പ് നിറമുള്ള മൃഗമാണ്. പിന്നെ വെളുപ്പും ചുവപ്പും കൂടി കലർന്ന മൃഗമാണ്. ലാസ്റ്റ് ആണ് കറുപ്പിന് സ്ഥാനം. ഏറ്റവും അവസാനമാണ് കറുപ്പിന് സ്ഥാനം. അതാണ് ഇപ്പോൾ കൂടുതൽ കിട്ടാനുള്ളത്. അതാണ് ഏറ്റവും അവസാനത്തെ സ്ഥാനം എനിക്കാണ് കറുപ്പിനിക്ക. ഫസ്റ്റ് സ്ഥാനം പറഞ്ഞിരിക്കുന്നത് വെള്ള മൃഗത്തിന്, വെള്ള നിറമുള്ളതിനേക്കാണ്. പിന്നെ രണ്ടാമത് മഞ്ഞ നിറമുള്ളത്, പിന്നെ ചാര നിറമുള്ളത്, പിന്നെ ചുവപ്പ് നിറമുള്ളത്, പിന്നെ ചുവപ്പും കറുപ്പും കൂടി കലർന്നത്, ലാസ്റ്റ് ആണ് കറുപ്പ് നിറത്തിലേക്ക് സ്ഥാനം പറഞ്ഞിട്ടുള്ളത്. ഇനി ഉദഹിയത്ത് അറക്കേണ്ട സമയം. ഉദഹിയത്ത് അറക്കേണ്ട സമയം സൂര്യൻ ഉദിച്ചത് മുതൽക്ക് തന്നെ അതിന്റെ സമയം പ്രവേശിക്കും. പെരുന്നാൾ ദിവസത്തിലെ സൂര്യൻ ഉദിച്ചത് മുതലേ അതിന്റെ സമയം പ്രവേശിക്കും. സൂര്യൻ ഉദിച്ചാൽ തന്നെ അതിന്റെ സമയം കടക്കും. പക്ഷേ സൂര്യൻ ഉദിച്ച് ഒരു ചാൺ ഉയർന്നാൽ എന്ന് വെച്ചാൽ 20 മിനിറ്റ് കഴിഞ്ഞാലാണ് ഏറ്റവും അഫ്ദൽ. ഏറ്റവും അഫ്ദലായ സമയം സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാലാണ്. പക്ഷെ ഹഖീഖത്ത് അറക്കൽ അങ്ങനല്ല.
അക്കീക്കത്ത് അറക്കാൻ ഏറ്റവും നല്ല സമയം, മുടി കളയുന്ന ദിവസത്തിലെ അക്കീക്കത്ത് അറക്കാൻ ഏറ്റവും നല്ല സമയം സൂര്യൻ ഉദിക്കുമ്പോഴാണ്. സൂര്യൻ ഇങ്ങനെ ഉദിക്കുമ്പോഴാണ് അക്കീക്കത്ത് അറക്കാൻ നല്ലത്. ആ ഉദിക്കുന്ന അവസരത്തിലാണ്. അങ്ങനെ ആ തുലുവിന്റെ സമയത്ത് അക്കീക്കത്ത് അറക്കലാണ് സുന്നത്ത്. അത് ശ്രദ്ധിച്ചുകൊണ്ട് അക്കീക്കത്ത് അറക്കുന്ന ആൾക്കാരുണ്ട്. ആ സൂര്യൻ ഉദിക്കുന്ന അവസരത്തിൽ അതിനായിട്ട് സംവിധാനമൊക്കെ ചെയ്യും. ചിലപ്പോൾ സുബൈന്റെ മുമ്പ് തന്നെ പോകും. അതിനൊക്കെ ഇപ്പം മടിയേക്കണം. ആ സുബൈന്റെ പോകാനും അറക്കാനും അതിനൊക്കെ അതൊക്കെ ഇപ്പൊ എപ്പോഴെങ്കിലും ചെയ്താൽ പോരെ എന്ന ഒരു തോന്നലയക്കണം. ഒക്കെ നല്ല ഇന്നലെ ഞാൻ ആരോടോ പറഞ്ഞു, നല്ലതിനൊക്കെ മടിയേക്കണം. നല്ല കാര്യം ചെയ്യാനൊക്കെ മടി. അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പൊ മൊത്തത്തിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ, അവർക്കൊന്നും നല്ലതിനൊരു താല്പര്യവും കാണുന്നില്ല. എവിടുക്കാതൊക്കെ എത്താവോ അല്ലാഹു അലം. ഏതായിരുന്നാലും ഉദ്ഹിയ്യത്തിന്റെ സമയവും അഖീഖത്തിന്റെ സമയം തമ്മിൽ വ്യത്യാസമുണ്ട്. അഖീഖത്തിനക്ക് ഏറ്റവും അഖീഖത്ത് എപ്പോഴും ഉറക്കാം, ഏത് സമയത്തും ഉറക്കാം, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ അഫ്ദലായ സമയം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് ആ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്താണ് അഫ്ദലായ സമയം. ഉദ്ഹിയ്യത്തിന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അറവിന്റെ സമയം തുടങ്ങും. എന്നാൽ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അഫ്ദലായ സമയമുള്ളത്. നിസ്കാരവും അതേപോലെ തന്നെ 2 ഖുത്ബയും ഒക്കെ കഴിഞ്ഞിട്ട് ആവല് സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് ഉദ്ഹിയ്യത്ത് അറുത്തു എന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം ആവൽ ഏതാണ് സുന്നത്താണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയൊരുനാൾ വേഗം നിസ്കരിക്കും, ചെറിയൊരുനാൾ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കും. വലിയൊരുനാൾ നേരത്തെ നിസ്കരിക്കുന്നത് ഈ ഉദ്ഹിയ്യത്തിന്റെ സമയം വിശാലമായി കിട്ടാനാണ്. ഇത് അയ്യാമത്ത് ശരീക്കിന്റെ ലാസ്റ്റ് വരേക്കും നടക്കും. അയ്യാമത്ത് ശരീക്കിന്റെ ലാസ്റ്റ് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13 മഗ്‌രിബ് വരേക്കും ഉദ്ഹിയ്യത്ത് അറക്കാനുള്ള സമയമുണ്ട്. അപ്പൊ ആ സമയത്താണ് ഉദ്ഹിയ്യത്ത് അറക്കേണ്ടത്. ആ സമയത്ത് അറുക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ ആ സമയത്ത് അവിടെ ഹാജറാകൽ. ആ സമയത്ത് ഹാജറാവൽ സുന്നത്താണ്. തന്റെ മൃഗത്തെ കാണൽ സുന്നത്താണ്. ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആൾക്കാർ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിയ്യത്ത് ചെയ്യണം. രണ്ടാമത്തെ അറവ് നടത്തണം. മൂന്നാമത്തത് വിതരണം ചെയ്യണം. അപ്പൊ ഇത് സ്വന്തമായി ചെയ്യുകയോ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ വേണം. സ്വന്തമായി ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കണം. രണ്ടാലൊരു കാര്യം ചെയ്യണം. അപ്പൊ നിയ്യത്ത് ചെയ്യുമ്പോൾ ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്താകുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്താകുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ആ നിയ്യത്ത് ചെയ്യാൻ ഇപ്പൊ ഒരു പെണ്ണാണ് നമ്മളെ കൂട്ടത്തിൽ ഷെയർ ചേർന്നിരിക്കുന്നത് എങ്കിൽ ആ പെണ്ണ് ഒരാളെ ഏൽപ്പിച്ചാൽ മതി. ആ പെണ്ണ് ഒരാളെ ഏൽപ്പിച്ചാൽ അവിടെ ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്താണെന്ന് പറഞ്ഞിട്ട് ഒരാളെ നിങ്ങൾ നിയ്യത്ത് ചെയ്താളി എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ ആളെ ഏൽപ്പിക്കാം. അതേപോലെ തന്നെ അറവിന്റെ സമയത്ത് പങ്കെടുക്കാൻ കഴിയാത്ത ആർക്കും മറ്റൊരാളെ ഏൽപ്പിക്കാം. ഏൽപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല. വക്കീലിനെ ഏൽപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ 3 കാര്യം സ്വന്തമായി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്യണം. അറക്കുമ്പോഴൊക്കെ ഈ അറബുകാരനെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് നല്ലത്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളുടെ ഷെയർ സ്വീകരിച്ചു, ഇപ്പൊ എന്റെ ഷെയർ ഞാൻ ഒരാളെടുത്ത് കൊടുത്തു. അപ്പോ ഞാന് അയാളെ അറബ് ഏൽപ്പിക്കാതെ അറക്കണ ആളെ തന്നെ ഞാൻ ഡയറക്റ്റ് ഏൽപ്പിക്കുകയാണ് നല്ലത്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട ആൾക്കാര് ഷെയർ സ്വീകരിച്ചിട്ട് അവര് അറബുകാരെ ഏൽപ്പിക്കുന്ന രൂപം ഉണ്ടാവും. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഈ ഉടമസ്ഥന്മാര് തന്നെ നേരിട്ട് അറക്കുന്ന ആളുകളെ ഏൽപ്പിക്കുകയാണ്. അറക്കാൻ പലർക്കും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അറക്കുന്ന ആളുകളെ അവർ ഏൽപ്പിക്കാം. അപ്പോ ഈ അറക്കുന്ന വ്യക്തി ഇവരൊക്കെ മനസ്സിൽ കരുതിയിട്ട്, ഇവരുടെ ഒക്കെ സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്താണ് ഞാൻ അറക്കുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് അയാൾ അറക്കണം. അതിനാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത്, ലിസ്റ്റ് വായിക്കും. ലിസ്റ്റ് വായിച്ചാൽ ഈ അറക്കണ ആൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ആ അറക്കണ ആളിപ്പോ അതെല്ലാം കൂടി ആൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. 7 ആളുണ്ട്, 7 ആളെ പേരൊന്നും കൂടി ആൾക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിലും ആ വായിച്ച ആൾക്കാരുടെ മേലുള്ള സുന്നത്താക്കപ്പെട്ട ഉദ്ഹിയ്യത്താണ് ഞാൻ അറക്കണത് നിയ്യത്ത് ചെയ്താൽ മതി. ഏതുപോലെ മയ്യത്ത് നിസ്കരിക്കുന്ന അവസരത്തിൽ ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്താൽ മതിയല്ലേ. ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിന്റെ മേൽ ഇപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ 28 മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുക എന്നൊക്കെ കണ്ട് പറയും. അങ്ങനെ പറഞ്ഞാലും മതി. 28 മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുക, 40 മയ്യത്തിന്റെ മേൽ, പേരൊന്നും പറയില്ല. അതിനും നേരമില്ല. ഇപ്പൊ ഏത് പറയാന്? പേര് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരെ പേരെ ഉണ്ടാവും, നമുക്ക് പരിചയം ഉണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അയാൾ മരിച്ചിരിക്കുന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ വിളിച്ചു പറയുമ്പോഴേക്കാണ് അത് അറിയാം. പിന്നെ തന്നെയല്ല, അങ്ങനെ പേര് പറയല് നല്ല കാര്യമാണെന്ന് ഫഖാഹ് പറഞ്ഞിട്ടുണ്ട്. പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെങ്കിലും പേര് പറയല് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ ആൾക്കാരെ പേര് വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, മയ്യിത്ത് നിസ്കാരം നടത്തുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ അറക്കുന്ന വ്യക്തി അങ്ങനെ ഞാൻ ഇവരുടെ പേരിലുള്ള ഉദ്ഹിയ്യത്താണ് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അറക്കണം. രണ്ടാമത്തത്
ആ മൂന്നാമത്തത് വിതരണമാണ്. ഒന്ന് നിയ്യത്ത്, രണ്ടാമത്തത് അറവ്, മൂന്നാമത്തത് വിതരണം. അത് സ്വന്തമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കുക. അവിടെ ബർക്കത്തിന് വേണ്ടി അല്പം മാത്രം എടുത്ത്, അതും കരള് ഭാഗത്തു നിന്ന് എടുത്ത്, ബർക്കത്തിന് വേണ്ടി അല്പം എടുക്കുന്നത് അത് കരള് ഭാഗത്തിൽ നിന്ന് അല്പം മാത്രം എടുത്ത് ബാക്കിയുള്ളത് മുഴുവൻ സദഖ ചെയ്യലാണ് സുന്നത്ത്. ബാക്കിയുള്ളത് മുഴുവനും സദഖ ചെയ്യലാണ് സുന്നത്ത്. എന്നാൽ 1/3 വരേക്കും എടുക്കാവുന്നതാണ്. അല്പം മാത്രം സദഖ ചെയ്ത് മുഴുവനും ഓനക്ക് എടുക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല. സുന്നത്തായ ഉലഹിത്താണെങ്കിൽ കുറച്ച് മാത്രം സദഖ ചെയ്തിട്ട് മുഴുവനും എടുക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല. എന്നാലും ഓനക്ക് അതിന് കൂലി കിട്ടും. ഏറ്റവും നല്ല രൂപം കുറച്ചു മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവനും സദഖ ചെയ്യലാണ് ഏറ്റവും നല്ല രൂപം. ഇനി എടുക്കുകയാണെങ്കിൽ 1/3 വരേക്കും ആവലാണ് ഏറ്റവും ഉത്തമം. എടുക്കുകയാണെങ്കിൽ 1/3 വരേക്കും ആവുക. ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ചു മാത്രം സദഖ ചെയ്തിട്ട് ബാക്കിയുള്ളത് എടുക്കുന്നതുകൊണ്ട് വിരോധമുള്ള കാര്യത്തില്ല. സുന്നത്തായ ഉദയത്തെ, നേർച്ചയാക്കപ്പെട്ട ഉദയത്താണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റൂല. ഓൻ ചെലവെടുക്കൽ നിർബന്ധമായ ആളുകൾക്കും അതിനൊന്നും എടുക്കാൻ പറ്റൂല. നേർച്ചയാക്കപ്പെട്ട എന്തായിരുന്നാലും, ഹക്കീക്കത്തായിരുന്നാലും ഉദയത്തായാലും നേർച്ചയാക്കപ്പെട്ടാലും ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോ ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ അത് എവിടെയാണോ അടുത്തത് എങ്കിൽ ആ മഹല്ലത്തിൽ തന്നെയാണ് വിതരണം ചെയ്യേണ്ടത്. ഏതൊരു മഹല്ലത്തിലാണോ അടുത്തത് എങ്കിൽ അവിടെ തന്നെ വിതരണം ചെയ്യണം. ആ വിതരണം ചെയ്യുന്നത് തന്നെ നിർബന്ധമായ വിതരണം ചെയ്യൽ. കുറച്ച് വിതരണം ചെയ്താൽ തന്നെ ആ നിർബന്ധം മൂടും. അപ്പോൾ ഞാനിപ്പോ ഒരു ഉദയത്ത് അറുത്തു, അതിൽ കുറച്ച് ഞാൻ എന്റെ മഹല്ലത്തിൽ വിതരണം ചെയ്തു, ബാക്കി അടുത്ത മഹല്ലത്തിലോ കോഴിക്കോട്ടോ കൊടുത്തയച്ചിട്ട് വിരോധമില്ല. ആ അറുക്കപ്പെട്ട ആ മഹല്ലത്തിൽ തന്നെ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞത് അല്പം വിതരണം ചെയ്യൽ നിർബന്ധമാണ്. അല്പം വിതരണം ചെയ്യൽ നിർബന്ധമാണെന്നാണ്. അല്ല മുഴുവനും അവിടെ വിതരണം ചെയ്തോണമെന്നില്ല. അത് നമുക്ക് ബന്ധപ്പെട്ട കുടുംബക്കാർ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മറ്റൊരുത്തുണ്ട്, അവർക്കൊക്കെ കൊടുത്തയക്കുന്നതോട് വിരോധമൊന്നുമില്ല. അത് ഹക്കീക്കത്തിന്റെ പിന്നെ മസ്അല അങ്ങനെ തന്നെയാണ്. അറുക്കപ്പെട്ടതായ ആ സ്ഥലത്ത് കുറച്ച് വിതരണം ചെയ്ത് ബാക്കിയുള്ളത് മറ്റുള്ള സ്ഥലത്തേക്ക് നഖല് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. നഖല് ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ആ മഹല്ലത്തിൽ നിന്ന് മറ്റൊരു മഹല്ലത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞത് ഈ നിർബന്ധമായ ഭാഗമാണ്. സദഖ ചെയ്യൽ നിർബന്ധമായ ഭാഗം. സദഖയിൽ നിർബന്ധമായത് കുറച്ചേ ഉള്ളൂ. കുറച്ച് സദഖയിൽ നിർബന്ധമുള്ളൂ, മുഴുവനും സദഖയിൽ നിർബന്ധമില്ല. ആ നിർബന്ധമായ ഭാഗം അവിടെ തന്നെ വിതരണം ചെയ്ത് ബാക്കിയുള്ള ഭാഗം കുടുംബത്തിനും മറ്റൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ അമുസ്ലിമീങ്ങളായ ആൾക്കാർക്ക് അത് എത്താൻ പറ്റൂല. ആൾക്കാർക്ക് അത് എത്താൻ പറ്റൂല. അപ്പൊ അന്ന് ഞാനകാക്കുള്ള അവസരത്തിൽ എന്നോട് ചോദിച്ചു, ഉസ്താദ് ചില ആൾക്കാരൊക്കെ പെരുന്നാൾക്ക് നമ്മളെ വരയിലൊക്കെ ചോറ് കഴിക്കാനൊക്കെ വരും. 1-2 ആൾക്കാരെ പേരൊക്കെ പറഞ്ഞു. ആ പോൽക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ അതും കൊടുക്കാൻ പറ്റില്ല. പിന്നെന്താ കട്ടുക? അത് വേറെ മേടിച്ചു കൊടുത്താൽ മതിയാണ്. വേറെ മേടിച്ചു കൊടുത്താൽ മതിയല്ലോ. കൊടുത്താൽ മതിയല്ലോ. കാരണം ഇത് ഒരു ഇബാദത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്താൻ പറ്റൂല. അങ്ങനെ ഓലെ നമ്മൾ മോശമാക്കും വേണ്ട. അത് എവിടുത്തെയും പഠിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ വക്കീലാക്കുമ്പോ നമ്മള് ഇപ്പോ ഗുജറാത്തില് അവിടെ ഒരാൾ പറഞ്ഞു 15,000 റുപ്യ 10,000 റുപ്യക്കൊക്കെ ഒരു കന്നിന് കിട്ടും, ഒരു പോത്തിന് കിട്ടും. അപ്പൊ അതുകൊണ്ട് അവിടെ ഉദഹിയത്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു പോത്തിനെ തന്നെ ഇറക്കാം. ഇവിടെ ഒരു ഷെയർ കൂടുന്ന പൈസ മതി അവിടെ ഒരു പോത്തിനെ ഇറക്കാൻ. ഇവിടെ ഒരു ഷെയർ കൂടുന്ന പൈസ പോത്തിനെ ഇറക്കാൻ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, ഞാനിപ്പോ ഗുജറാത്തിൽ ഒരു പോത്തിനെ ഇറക്കാൻ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് പെരുന്നാൾ എപ്പോഴാണോ അപ്പോഴേ ഇറക്കാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് ഇപ്പൊ നമുക്ക് പെരുന്നാൾ ശനിയാഴ്ചയാണ്, ഗുജറാത്തിൽ പെരുന്നാൾ വെള്ളിയാഴ്ചയാണെങ്കിൽ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ശനിയാഴ്ച പെരുന്നാളാവുമ്പോഴേ അവിടെ എൻ്റെത് അറക്കാൻ പറ്റുള്ളൂ. അത് വെള്ളിയാഴ്ച അറക്കാൻ പറ്റില്ല. അപ്പൊ ഈ വക്കീലായ വ്യക്തിക്ക് ഞാൻ ആരെയാണോ ഏൽപ്പിക്കുന്നതെങ്കിൽ അയാള് അറക്കുമ്പോ അതിന്റെ ഉടമസ്ഥനായ വ്യക്തിക്ക് അറക്കൽ അനുവദനീയമായ സമയത്ത് അവിടെ അറക്കാൻ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് അറക്കാൻ പറ്റില്ല. അതൊക്കെ ഉദാഹരണം മനസ്സിലായല്ലോ. അപ്പൊ അവിടെ പെരുന്നാൾ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇവിടെ നമുക്ക് പെരുന്നാൾ ശനിയാഴ്ച ആവുമ്പോൾ ഗുജറാത്തിൽ ഞാൻ ഏൽപ്പിച്ചത് അറക്കണമെങ്കിൽ ശനിയാഴ്ച അറക്കാൻ പറ്റും. എപ്പോൾ അറക്കാൻ പറ്റൂല? വെള്ളിയാഴ്ച അറക്കാൻ പറ്റും. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. മറ്റു സ്ഥലത്ത് അറക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഉദഹിയത്തിന്റെ വിഷയത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ സ്വന്തമായി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്യേണ്ടതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയ്യത്ത് ചെയ്യുമ്പോൾ ഒരാൾ ചോദിച്ചു, ഇപ്പൊ ഗൾഫിൽ ഒരാള് നമ്മളെ
ഇവിടെ മേലെ പറമ്പിൽ ഒരാൾ, ഗൾഫിൽ ഉള്ള ഒരു പ്രവാസി, അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇവിടെ ഷെയർ കൂടി. അപ്പൊ എന്നിട്ട് അറക്കാനുള്ള മൃഗത്തിനെ മൊബൈലിൽ വാട്സപ്പിൽ എടുത്തുകൊണ്ട് അയച്ചു കൊടുത്തു. ഈ മൃഗമാണ് നമുക്ക് അറക്കാനുള്ളത്. അപ്പോൾ ആ വാട്സപ്പിൽ കണ്ടിട്ട് ഇതിന്റെ സുന്നത്താക്കപ്പെട്ട ഉദഹിയത്താകുന്നു ഓൻ അവിടുന്ന് നീയത്തി. അത് അവിടുന്ന് സാധനത്തിനെ കാണുന്നത് എങ്ങനെയാണ്? വാട്സപ്പിൽ ഫോട്ടോത്തിലാണ് കാണുന്നത്. ഇങ്ങനെ കണ്ടിട്ട് അവിടുന്ന് നീയത്ത് ചെയ്താൽ അങ്ങനെ നീയത്ത് ചെയ്താൽ മതിയാവും ചോദിച്ചു. അപ്പൊ വല്ലാത്തൊരു ചോദ്യമായിപ്പോയി. കാരണം ഇപ്പൊ നമ്മളിപ്പോ കണ്ടിട്ട് ഇതിന്റെ സുന്നത്താക്കപ്പെട്ട ഉദഹിയത്താ നമ്മളെ കണ്ടിട്ടാണ് എന്തിനാ നീയത്ത് ചെയ്യണത്. ഇപ്പൊ ഇവൻ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ നീയത്ത് ചെയ്താൽ മതിയാവോ എന്ന് ചോദിച്ചപ്പോ അതിനെ സംബന്ധിച്ച് അങ്ങനെ നെയ്യത്ത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. മതിയാവാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്, മതിയാവാനൊക്കെ. ഏതായിരുന്നാലും ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വലിയ ഫുഖഹാക്കളൊക്കെ ജീവിച്ച കാലത്ത് ഏതായാലും അങ്ങനെ ചോദ്യം ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. കാരണം അങ്ങനെ സംവിധാനം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ അങ്ങനെ സംവിധാനം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നേരെ ലൈവായിട്ട് തന്നെ കാണിച്ചു കൊടുക്കും. ലൈവായിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുത്തിട്ട് ലൈവായിട്ട് തന്നെ തൊടിയിൽ കെട്ടി അതിനെ അപ്പൊ തന്നെ കാണിച്ചു കൊടുക്കുമ്പോ അപ്പൊ നീയത്ത് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ സുന്നത്താക്കപ്പെട്ടെന്ന്. അപ്പൊ അത് പിന്നെ ചെയ്യാതിരിക്കണം. കാരണം ഇത് എന്ന് പറയുമ്പോ അത് ഓന്റെ മൃഗമല്ലല്ലോ, അതിന്റെ ഫോട്ടോ അല്ലേ. ഓനവിടെ കാണുമ്പോ ആ മൃഗത്തിനെ കാണുന്നില്ല, മൃഗത്തിന്റെ ഫോട്ടോ അല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ഇത് കാണുമ്പോ ഇത് ഓന്റെ മൃഗമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നീയത്ത് ചെയ്താലും മതിയാവൂല എന്നാണ് നല്ലൊരു പറ്റം പണ്ഡിതന്മാരും പറഞ്ഞത്. അങ്ങനെ നീയത്ത് ചെയ്താൽ മതിയാവൂല. കാരണം ഇതിന്റെ സുന്നത്താക്കപ്പെട്ട ഉദയത്താകുന്നു നീയത്ത് ചെയ്യണം. ഇതേതാ? ആ ഫോട്ടോ അല്ലേ അത്? ആ ഫോട്ടോന് മൃഗമല്ലല്ലോ. മൃഗത്തിന് എന്ത് ചെയ്യണ്ടേ? നീയത്ത് ചെയ്യണ്ടേ? ആ മൃഗത്തിന് നീയത്ത് ചെയ്യുമ്പോൾ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ നീയത്ത് ചെയ്യണം. അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. ഇപ്പൊ അങ്ങനത്തെ ഇടങ്ങറായിട്ട് ഇപ്പൊ നീയത്ത് ചെയ്യണം എന്നില്ല, ഒരാളെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. നീയത്തും അറവും വിതരണവും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിച്ചാൽ മതി അക്കാര്യം. ഇൻഷാ അള്ളാഹ് ബാക്കി വിഷയങ്ങളൊക്കെ അവസരോചിതമായി നമുക്ക് പറയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഉദഹിയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും അതൊരു വലിയ സുന്നത്താക്കപ്പെട്ട കർമ്മമാണ്. അത് നമ്മുടെ നാട്ടിലൊരു ബർക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊരു ബർക്കത്താണ്. അതിന്റെ രക്തം നമ്മുടെ ഭൂമിയിലൊക്കെ വീഴുമ്പോൾ അത് നമുക്കൊക്കെ കാവലാണ്. അതിനു വേണ്ടിയൊക്കെ മെനക്കെടുന്നത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ ഉമ്മി സലമത റളിയല്ലാഹു തആല അൻഹ قال رسول الله صلى الله عليه وسلم من كان له ذبح يذبحه. ആർക്കെങ്കിലും ഒരു അറക്കാനുള്ള മൃഗം ഉണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ ഉദഹിയത്ത് അറക്കാൻ വേണ്ടി ആരെങ്കിലും മാനസികമായി തീരുമാനിച്ചാൽ, ഫൈദാ അഹല്ല ഹിലാലു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ മാസപ്പറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫലാ യഖുദന്ന മിൻ ശഅരിഹി, അവന്റെ മുടി അവൻ നീക്കം ചെയ്യരുത്, വലാ മിൻ അദ്ഫാരിഹി, അവന്റെ നഖങ്ങളും നീക്കം ചെയ്യരുത്, ഹത്താ യുളഹിയ, ഉദഹിയത്ത് അറക്കുന്നത് വരെ അതൊന്നും നീക്കം ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഉദഹിയത്ത് അറക്കാൻ വേണ്ടി ആരെങ്കിലും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ, ദുൽഹിജ്ജ 1 പറഞ്ഞപ്പോ ഇന്നലെയാണ്, ഇന്നലെ പിന്നെ വ്യാഴാഴ്ച രാവിലെ മുതൽ ദുൽഹിജ്ജയായി. ആ ദുൽഹിജ്ജ 1 മുതൽ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുത് പറഞ്ഞാൽ മുടി എടുക്കരുത്, നഖം ഒന്നും എടുക്കരുത്. ഉദഹിയത്ത് അറക്കാൻ ഉദ്ദേശിച്ച ആൾക്കാർ അങ്ങനെ ചെയ്യാതിരിക്കൽ സുന്നത്താണ്, സുന്നത്തായ ഒരു കാര്യമാണ്. പിന്നെ ഉദഹിയത്ത് അറുത്തതിന്റെ ശേഷമേ അവൻ അത് ചെയ്യാവൂ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ പകൽ സമയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അറഫ ദിവസമാണ്. അഫ്ളലുൽ അയ്യാമി യൗമു അറഫ. പകലുകളെ കൂട്ടത്തിൽ, രാത്രിയല്ല, പകലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അറഫ ദിവസമാണ്. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 എന്നാണ് അർത്ഥം. ദുൽഹിജ്ജ 9 അറഫ. ആ അറഫ ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പകൽ. അന്ന് ഇബാദത്തുകൾ കൂടുതൽ ചെയ്യുകയും നോമ്പ് നോൽക്കൽ. അറഫ ദിവസത്തിലെ നോമ്പ് 2 കൊല്ലത്തെ ദോഷം പൊറുക്കുന്നതാണ്. 2 കൊല്ലത്തെ ദോഷം പൊറുക്കും. വരാൻ പോകുന്ന കൊല്ലത്തിലെ ദോഷവും കഴിഞ്ഞു പോയ കൊല്ലത്തിലെ ദോഷവും പൊറുക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്ന കൊല്ലവും നിലവിലുള്ള കൊല്ലവും ഈ 2 കൊല്ലത്തിന്റെ ദോഷവും പൊറുക്കും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാര് പറഞ്ഞത്, ഒരാളെ അറഫ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ഓന് അടുത്ത കൊല്ലം ജീവിക്കുമെന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഏറെക്കുറെ ഉറപ്പാക്കാൻ കഴിയും. പറ്റേണ്ട ഉറപ്പാക്കാൻ നമുക്ക് കഴിയൂല, ഏറെക്കുറെ ഉറപ്പാക്കാൻ കഴിയും. അറഫ നോമ്പ് നോറ്റാൽ 1 കൊല്ലം കൂടി ജീവിക്കും. അതുകൊണ്ട് ആരെങ്കിലും അറഫ നോമ്പ് നോറ്റില്ലെങ്കിൽ ഇപ്പോ അടുത്ത കൊല്ലത്തിന്റെ മുമ്പ് മരിച്ചു എന്ന് തീരുമാനിക്കാനൊന്നും പറ്റൂല. അങ്ങനെ ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അറഫ നോമ്പ് നോറ്റാല്
ഒരു കൊല്ലം കൂടി ജീവിക്കും എന്നതിനിക്ക് അത് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 കൊല്ലത്തെ നോമ്പ് ദോഷങ്ങൾ പൊറുക്കുന്ന ഒരു ദിവസമാണ് അറഫാ ദിവസം. അത് വരുന്ന വെള്ളിയാഴ്ചയാണ്. പക്ഷേ അറഫയിൽ നമ്മുടെ ഹാജിമാർ നിൽക്കുന്നത് വ്യാഴാഴ്ചയാണ്. അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ അറഫയിൽ നിൽക്കുന്ന ദിവസമല്ല അറഫ നോമ്പ് നിൽക്കേണ്ടത്. ദുൽഹിജ്ജ 9 എന്നോ അന്നാണ്. അങ്ങനെ കിതാബിലൊക്കെ പറഞ്ഞിരുന്നു ദുൽഹിജ്ജ 9 എന്നോ അന്ന്. പക്ഷേ ദുൽഹിജ്ജ 8ഉം 9ഉം 8 തെർവിയത്തിന്റെ യൗമു തെർവിയ എന്ന് പറയും. ആ 8-ന് നോമ്പ് നോൽക്കലും പ്രബലമായ സുന്നത്താണ്. ദുൽഹിജ്ജ 1 മുതലേ നോമ്പ് നോക്കാൻ സുന്നത്തുണ്ട്. അങ്ങനെ 1 മുതലേ നോക്കാൻ കഴിയാത്ത ആൾക്കാർ 8ഉം 9ഉം നോക്കുക. 8ഉം 9ഉം നോക്കാൻ കഴിയാത്ത ആൾ 9എങ്കിലും നോക്കുക, അങ്ങനെയാണ് പറയുക. അപ്പൊ 8ഉം കൂടി നോൽക്കൽ ഏതാണ്? സുന്നത്തുണ്ട്. പിന്നെ പ്രബലമായ സുന്നത്ത് തന്നെയാണ് അറഫ ദിവസം വെള്ളിയാഴ്ച, അതിന്റെ മുമ്പുള്ള ദിവസം വ്യാഴാഴ്ച. ഈ 2 ദിവസവും ഫുള്ളായിട്ട് നോമ്പ് നോൽക്കാൻ കഴിയണമെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ തന്നെ നോമ്പ് നോൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ 2 ദിവസം നോമ്പ് നോൽക്കൽ പ്രബലമായ സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ഒരു കുട്ടിയുടെ ഉദഹിയത്ത് അറുക്കാൻ വാപ്പാക്കും വല്യാപ്പാക്കും കുട്ടിന്റെ സമ്മതം കൂടാതെ തന്നെ കുട്ടീനെ തൊട്ട് ഉദഹിയത്ത് അറക്കാം. ഇപ്പൊ ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ പിന്നെ പ്രായപൂർത്തിയായ കുട്ടിയാണെങ്കിൽ അവനക്ക് അവന്റെ സമ്മതം വേണം. പ്രായപൂർത്തിയായ കുട്ടിയാണെങ്കിൽ അവന്റെ സമ്മതം വേണം. പ്രായപൂർത്തിയായ കുട്ടീനെ തൊട്ട് ഉദഹിയത്ത് അറക്കണമെങ്കിൽ അവന്റെ സമ്മതമാണ്. ഇപ്പൊ എന്നോട് എന്റെ നാട്ടിൽ നിന്ന് എന്റെ അയൽവാസി വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിപ്പോ ഒരു ഉദഹിയത്ത് അറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഇന്റേതുമാണ്, എന്റെ ഭാര്യൻ്റെതാണ്, എന്റെ കുട്ടികളതാണ്, എന്റെ 3 പെൺകുട്ടികളും എന്റെ ആൺകുട്ടികളും, ഞങ്ങളെല്ലാവരും കൂടിയാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ അവരെ സമ്മതം വേണം. അവരോട് സമ്മതം ചോദിച്ചിട്ടാണ് പ്രായപൂർത്തിയായ കുട്ടികളെ അറക്കാം. നേരെ മറിച്ച് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ തൊട്ട് പാപ്പാക്കും വല്യാപ്പാക്കും ഇവർക്ക് 2 പേർക്കും ഉദഹിയത്ത് അറക്കാം. അത് സ്വന്തം പൈസ എടുത്തിട്ട്, കുട്ടികളെ പൈസ എടുത്തിട്ടല്ല, സ്വന്തം പൈസ എടുത്തിട്ട് ഉദഹിയത്ത് അറക്കാം. അങ്ങനെ അറുത്താൽ അതിന്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടി ഉദഹിയത്ത് അറക്കുമ്പോൾ ഓല വസിയ്യത്തുമാണ്. ഓല വസിയ്യത്ത് ഉണ്ടെങ്കിലേ മരിച്ചവർക്ക് വേണ്ടി ഉദഹിയത്ത് അറക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഉദഹിയത്ത് അറുത്തിട്ട് ഇതിന്റെ കൂലി, ഇതിന്റെ പ്രതിഫലം മാക്ക് അള്ളാഹ് നൽകണേ, അല്ലെങ്കിൽ വാപ്പാക്ക് നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യാവുന്നതാണ്. ഉദഹിയത്ത് അറുത്തതിന്റെ കൂലി മാക്ക് കൊടുക്കണേ, അല്ലെങ്കിൽ വാപ്പാക്ക് കൊടുക്കണേ. വാപ്പാനെ തൊട്ട് ഉദഹിയത്ത് അറക്കുക, അമ്മാനെ തൊട്ട് ഉദഹിയത്ത് അറക്കുക, മരിച്ചുപോയ അവരെ തൊട്ട് ഉദഹിയത്ത് അറക്കണമെങ്കിൽ അവർ വസിയ്യത്ത് വേണം. വസിയ്യത്ത് ഉണ്ടെങ്കിൽ ഉദഹിയത്ത് അറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കൂലി ആർക്ക് നമ്മൾ ഏതൊരു സുന്നത്തായ അമൽ ചെയ്തിട്ടും അതിന്റെ കൂലി മരിച്ചവർക്ക് വേണ്ടി കൊടുക്കാം. ഏതൊരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അതിന്റെ കൂലി പടച്ചവനെ അമ്മക്ക് കൊടുക്കണമെന്ന് പറയാം. ഫർളല്ലാത്ത ഏതൊരു സുന്നത്തിന്റെയും കൂലി മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടി ഹദിയ ചെയ്യാവുന്നതാണ്, അതിന് വിരോധമില്ല. അതോടുകൂടെ തന്നെ ഉദഹിയത്തിന്റെ മൃഗത്തിൽ അഖീഖത്തും പങ്കു ചേർക്കാവുന്നതാണ്. അഖീഖത്ത് ഇപ്പൊ ഒരാൾ ഷെയർ ചേർന്നു, ഇപ്പൊ ഷെയർ ചേർന്നപ്പോ അയാളെ മനസ്സിലുള്ളത് അഖീഖത്താണ്. അത് അയാൾ കമ്മിറ്റിക്കാരോട് പറയണമെന്നൊന്നുമില്ല, ആരോടും പറയണ്ട, പറയാതിരിക്കാണ് നല്ലത്. പറഞ്ഞാൽ പിന്നെ അത് വിശ്വാസമാവും. അതിന് പ്രത്യേക നിബന്ധനകളൊന്നുമില്ല. അത് ഉദഹിയത്ത് വിതരണം ചെയ്യുന്നതുമായി തന്നെയാണ് അതിന്റെ വിഷയങ്ങളൊക്കെ തന്നെ ഉള്ളത്. അപ്പൊ ഒരാൾക്ക് അഖീഖത്ത് അറക്കാൻ ആണെങ്കിൽ അയാൾക്ക് ഷെയർ ചേരുമ്പോൾ അഖീഖത്തായിട്ട് കൂടാവുന്നതാണ്, അതിന് വിരോധമൊന്നുമില്ല. ഒരു മൃഗമുണ്ട്, ആ മൃഗത്തിൽ ഇപ്പൊ 2 ഷെയർ ചേർന്നു. 2 ഷെയർ ഒന്നും അവന്റെ ഉദഹിയത്താണ്, ഒന്നും അവന്റെ കുട്ടീന്റെ അഖീഖത്തുമാണ്, അങ്ങനെ വിരോധമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ഷെയർ തന്നെ ചേർന്നു, ആ ഷെയർ ചേർന്നത് ഓൻ അഖീഖത്തായിട്ടാണ് ചേർന്നത്, അങ്ങനെ അഖീഖത്തായിട്ട് ചേരുന്നോണ്ട് വിരോധമൊന്നുമില്ല. അപ്പൊ ഒറ്റ മൃഗത്തിലെ കുറെ ഭാഗങ്ങൾ ഉദഹിയത്തും വേറെ ചില ഭാഗങ്ങൾ അഖീഖത്തുമായി എന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഒരു മൃഗത്തിൽ അങ്ങനെ ആവുന്നുണ്ട്. മൃഗം എന്ന് പറഞ്ഞാൽ പോത്ത്. ആടാവുമ്പോ 2 വയസ്സുള്ള ആടാവുമ്പോ അത് ഒരാൾക്ക് ഒരാടറക്കണം. ഒന്നിലധികം ആൾക്കാർക്ക് ഒരാടറക്കാൻ പറ്റൂല. ഒരാടിൽ ഷെയർ ചേരാൻ പറ്റൂല. ഷെയർ ചേരാൻ പറ്റുന്ന മൃഗം ആടല്ലാത്ത മറ്റു മൃഗങ്ങളിൽ ഷെയർ ചേരാവുന്നതാണ്. അതിനൊക്കെ 2 വയസ്സ് പൂർത്തിയാവാന്നുള്ളത് നിബന്ധനയാണ്. പിന്നെ ഇപ്പോ അറക്കണ അവസരത്തില് പറഞ്ഞിട്ടുള്ളത് വലതുകാല് കെട്ടരുത് എന്നാ പറഞ്ഞത്. അത് ഒരിക്കൽ ഞാൻ പറഞ്ഞപ്പോ ഉസ്താദ് അത് കെട്ടാതിരിക്കാൻ പറ്റൂല, അറക്കാൻ കഴിയൂല. അറക്കണമെങ്കിൽ വലതുകാല് കെട്ടുന്ന വേണം. വലതുകാല് കെട്ടാതെ കിബിലാക്കി ചിരിച്ചു കെടുത്തിയിട്ട് അറക്കണം എന്നാണ്. കിബിലാക്കി ചിരിച്ചു കെടുത്തിയിട്ട് അറക്കണം, വലതുകാല് കെട്ടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കെട്ടാതെ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. കെട്ടാതെ പറ്റൂല എന്നാണ് അറിവുകാരൊക്കെ പറയല്. കെട്ടാതെ അങ്ങനെ കെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അഴിക്കണം. കെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അഴിക്കാനുള്ള സംവിധാനം ചെയ്യണം. കെട്ടാതെ പറ്റൂല എന്നാണ് പറയുന്നത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്ന ഒരു സഹോദരൻ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആർക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അവരുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്കെല്ലാവർക്കുമുണ്ട്. അള്ളാഹു ഈ ദുൽഹിജ്ജയിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അള്ളാഹു നിഅമത്ത് ചെയ്യുന്ന, ബർക്കത്ത് ചെയ്യുന്ന 10 ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസം രാവിലെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ച് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു നീക്കിത്തന്ന് നമുക്കെല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകുമാറാകട്ടെ. പല വിധേനയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്. എല്ലാ രോഗങ്ങൾ ഉള്ള ആളുകൾക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. വീടുകളിലുമൊക്കെ ആശുപത്രിയിലൊക്കെ നമ്മോട് ബന്ധപ്പെട്ട പല ആളുകളും രോഗികളായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ, വൃക്കന്റെ രോഗം പോലത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വെള്ളങ്ങളുടെ ശല്യങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ നിന്നും, മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ, അവരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ജൂതന്മാരെ പിന്തുണക്കുന്ന എല്ലാവരെയും അള്ളാഹു എല്ലാ നിലക്കും പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.